വിമർശനങ്ങൾ ഡെഡ് എക്കണോമി എന്ന് പറഞ്ഞ് അട്ടഹസിച്ചൊരു പ്രൊമിനന്റ് ലീഡർ ഇവിടെയുണ്ട്. ആര് പറഞ്ഞിട്ട് ഈ ട്രംപ് പറഞ്ഞ സമയത്ത് അത് ഏറ്റുപിടിച്ചിട്ട് അതെ ഇതൊരു ചത്ത സാമ്പത്തിക വ്യവസ്ഥയാണ് പറയുന്നത് ആരാ? ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവാണ്. പക്ഷേ ഇത് കണക്കുകൾ നോക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? പക്ഷേ അതിനോടനുബന്ധിച്ച് തന്നെ എപ്പോഴും രാഹുലിനെ രക്ഷപ്പെടുത്താനാണല്ലോ ജയറാം രമേശ് എത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോഴും ജയറാം രമേശ് ഓടി എത്തിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ശ്രീ ആദിവേശം സാറിനോട് തന്നെ ചോദിക്കാം അല്ലേ ഐസക്? തീർച്ചയായും ആദികേശൻ സാർ, നമ്മൾ നേരത്തെ ചർച്ച ചെയ്തൊരു വിഷയം കൂടിയാണിത്. അതായത് ഈ ഗ്രേഡിങ്ങിൻ്റെ സംബന്ധിച്ച വിഷയം, അതായത് സി ഗ്രേഡിംഗ് ആണ് നൽകിയിരിക്കുന്നത്. അതിപ്പോൾ വളരെ കൃത്യമായി നമുക്ക് ഒരു നട്ഷൽ അല്ലെങ്കിൽ വളരെ ചെറിയ വാക്കുകളിൽ പറയുകയാണെങ്കിൽ പൂർണ്ണമായ നിരീക്ഷണം സാധ്യമാക്കാനാകാത്ത എന്തോ ഒരു പാകപ്പിഴ, അതിൻ്റെ അടിസ്ഥാനത്തിൽ സി ഗ്രേഡ് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ സാമ്പത്തിക വ്യവസ്ഥയിൽ അത് കാര്യമായൊരു തളർച്ച ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ അത് വസ്തുതാപരമല്ലാതാവുകയോ ചെയ്യുന്നില്ല. എങ്കിലും ചില കണക്കുകളുടെ അവൈലബിലിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ലഭ്യത കൃത്യതയാർന്ന് ലഭിക്കുന്നില്ല എന്നൊരു നിരീക്ഷണമാണ് ഇപ്പോൾ IMF ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അതിന് കാരണമാകുന്ന ഘടകം എന്താണ്? നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ്റെ പ്രവർത്തനങ്ങളുടെ പരിമിതികളാണോ, അല്ലെങ്കിൽ നമ്മുടെ ഇൻഫോർമൽ ഇക്കോണമിയുടെ സാധ്യതകളാണോ, അല്ലെങ്കിൽ സാധ്യതകളിൽ ഇൻഫോർമൽ ഇക്കോണമിയുടെ ഒരു പ്രശ്നമാണോ? എന്താണത് യഥാർത്ഥത്തിൽ താങ്കൾ നിരീക്ഷിക്കുന്നത്? ഐസൺ, ഞാനും കണ്ടു. അതായത് IMFൻ്റെ ഈ ഗ്രേഡിംഗ്, ഡേറ്റയുടെ അടിസ്ഥാനത്തിലുള്ള രാജ്യങ്ങളുടെ ഗ്രേഡിംഗ് നമ്മുടെ സി ഗ്രേഡാണ്. നാം ഓർക്കേണ്ടത് ഈ IMF കണക്കാക്കുന്നത് പ്രധാനമായിട്ടും ഈ ഫോർമൽ സെക്ടറിൽ നമുക്ക് കണക്ക് ക്ലിപ്തമായി അല്ലെങ്കിൽ കൃത്യമായിട്ട് ലഭിക്കാനുള്ള സാധ്യത ഔപചാരിക മേഖലയ്ക്ക് മാത്രമേ ഉള്ളൂ. ഇപ്പം ഒരു ലിസ്റ്റഡ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലോ അല്ലെങ്കിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലോ ലിസ്റ്റഡ് ആയിട്ടുള്ള ഒരു കമ്പനിയുടെ പ്രവർത്തനം അവരെല്ലാ 3 മാസവും അവരുടെ കണക്കുകൾ പ്രസിദ്ധീകരിക്കണം. അപ്പോൾ മിക്കവാറും വിറ്റുവരവ് അല്ലെങ്കിൽ ലാഭനഷ്ട കണക്കുകളൊക്കെ 3 മാസത്തിൻ്റെ ഫ്രീക്വൻസിയോട് കൂടി ആ ക്രമീകരണത്തിൽ നമുക്ക് കിട്ടും. പക്ഷേ നമ്മുടെ സമ്പദ്ഘടനയിലെ അനൗപചാരിക മേഖല എല്ലാവർക്കും അറിയാവുന്നതുപോലെ 40 തൊട്ട് 50% വരെ അനൗപചാരിക മേഖലയാണ്. അനൗപചാരിക മേഖല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് നമുക്ക് അവരെ പൂർണ്ണമായിട്ട് അവഗണിക്കാനും പറ്റില്ല. കാരണം നമ്മളിപ്പം ഈ ബിൽഡിങ്ങിൽ നിന്ന് പുറത്തിറങ്ങിയാലും നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാലും നമുക്കറിയാം ധാരാളം ഇപ്പോൾ ഫുഡ് സ്റ്റോൾസ്, അതായത് തട്ടുകടകൾ നമ്മൾ പറയുന്നില്ലേ, അവരുടെ വിറ്റുവരവൊന്നും ശരിക്കുമുള്ള കണക്കിൽ നാഷണൽ ഇക്കോണമി അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ ഉൾപ്പെടുന്നതിൽ കുറച്ച് പാകപ്പിഴകൾ ഉണ്ടാവും. പക്ഷേ ഇത് പരമ്പരാഗതമായി ഒരു വികസ്വര രാജ്യത്തിൻ്റെ വളർച്ചയുടെ ഭാഗമാണ് ഇൻഫോർമൽ സെക്ടർ ഫോർമലൈസ് ചെയ്യുന്ന ആ പ്രോസസ്സ്. നമുക്ക് അഭിമാനിക്കാവുന്നത്. അതുകൊണ്ട് എൻ്റെ അഭിപ്രായം ഈ സി ഗ്രേഡ് എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് ചൈന ലോകത്തിലെ 2ാമത്തെ സാമ്പത്തിക ശക്തി എന്ന് എല്ലാവരും അംഗീകരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ $20 ട്രില്യൺ, അമേരിക്കയുടെ $30 ട്രില്യൺ, 2ാമത്തെ ശക്തിയായിട്ട് നിൽക്കുന്ന ചൈനയുടെയും കണക്കിൽ ഇത് ഗ്രേഡ് തന്നെയാണ്. അതുകൊണ്ട് നാം തൃപ്തിപ്പെടണമെന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് ഈ അനൗപചാരിക മേഖലയുടെ ബാഹുല്യം, അനൗപചാരിക മേഖലയുടെ കോൺട്രിബ്യൂഷൻ നമുക്കൊരിക്കലും കുറച്ച് കാണാൻ പറ്റില്ല. കാരണം ഈ തട്ടുകട അല്ലെങ്കിൽ പച്ചക്കറിയുടെ വിൽപ്പന ഒക്കെ ലോക്കൽ രജിസ്ട്രേഷൻ, കോർപ്പറേഷൻ്റെ ലൈസൻസോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അനുവാദമൊക്കെ ഒക്കെ മേടിച്ചിട്ടാണ് നടത്തുന്നത്. പക്ഷേ അവരുടെ വിൽപ്പന, അവരുടെ പ്രൊഡക്ടിവിറ്റി, അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ ശമ്പളം മുതലായ കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് കമ്പൈൽ ചെയ്യുമ്പോൾ, നമ്മൾ ഈ വളർച്ചാ നിരക്ക് കണക്കാക്കുമ്പോൾ അതൊക്കെ ഒരു ചെറിയ അനുമാനത്തിൻ്റെ ഒരു കുറവ്, അതായത് കൃത്യമായിട്ടല്ല നമ്മൾ എടുക്കുന്നത് എന്നുള്ളത് നമ്മൾ അംഗീകരിക്കണം. പക്ഷേ നമ്മൾ എന്തുകൊണ്ടാണ് പ്രതീക്ഷയോടുകൂടി ഈ വളർച്ചാ നിരക്ക് സത്യം തന്നെയാണ്, കൃത്യം തന്നെയാണ് എന്നുള്ളതിൻ്റെ ഒരു പോയിൻ്റ് മാത്രം ഐസൺ നമ്മൾ നോക്കേണ്ടതുണ്ട്. ഇപ്പം ഈ വളർച്ച ഇപ്പോൾ പറയുന്ന പോലെ 6.5, 7 അല്ലെങ്കിൽ 7.8, 8.2 അതിലൊക്കെ നമ്മൾ വീണ്ടും മനസ്സിലാക്കേണ്ടത് ഐസൺ അല്ലെങ്കിൽ ശ്യാം നമുക്കറിയുന്നത് പോലെ ഈ GDP കണക്ക് പരമ്പരാഗതമായി മിക്കവാറും രാജ്യങ്ങളിലും ഇന്ത്യയിലും അതെ 6 തവണയെങ്കിലും റിവൈസ് ചെയ്യപ്പെടും. അതായത് ആദ്യം ഒരു ക്വിക്ക് എസ്റ്റിമേറ്റ്, അഡ്വാൻസ് എസ്റ്റിമേറ്റ്, റിവൈസ് എസ്റ്റിമേറ്റ്, പിന്നെ അന്തിമമായ കണക്ക് വരുന്നത് 2 വർഷം കഴിഞ്ഞിട്ടാണ് GDPയുടെ ഫൈനൽ ഒരു ഫിഗർ നമുക്ക് വരുന്നത്. പരമ്പരാഗതമായി അത് തന്നെയാണ് മാർഗം. പക്ഷേ മാറ്റം എന്തൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എൻ്റെ അഭിപ്രായത്തിൽ ശക്തമായിട്ടും നമുക്ക് നേരിട്ട് കാണുവാനും സാധിക്കും. ഇപ്പോൾ GST വരുമാനം അത് വളരെ കൃത്യമാണ്. ഇപ്പം ഇന്ന് എത്രയാണ്? നവംബർ 30, നാളെ ഡിസംബർ 1
കൃത്യമായിട്ടും നമ്മുടെ GSTയുടെ സംസ്ഥാനം തിരിച്ചിട്ടുള്ള രാജ്യതലത്തിൽ എത്രത്തോളം ഗ്രോത്ത് ഉണ്ടായി എന്നുള്ളത് കൃത്യമായിട്ട് നാളെ വൈകുന്നേരത്തിനകം നമുക്ക് കിട്ടും. അതിൻ്റെ കണക്ക് നോക്കിയാലും ഐസൺ, നമ്മൾ എന്തുകൊണ്ടാണ് ഈ വളർച്ചാ നിരക്ക് മിഥ്യയല്ല, ഈ വളർച്ചാ നിരക്ക് സത്യമാണെന്ന് കാണുന്നത്? GST വരുമാനത്തിലെ ഒക്ടോബർ ടു ഒക്ടോബർ വളർച്ച ഗ്രോത്ത് റേറ്റ് നമ്മൾ നോക്കിയാൽ ഒക്ടോബർ 24 GST മൊത്തം എത്രയാണ് രാജ്യത്തിന് കിട്ടിയത്, ഒക്ടോബർ 25 നടപ്പ് സാമ്പത്തിക വർഷത്തിൽ എത്ര കിട്ടി, ഇത് തമ്മിലുള്ള അന്തരം ഞാൻ നോക്കിയിരുന്നു 9%. അപ്പോൾ അതിൽ പരം ഒരു ഫോർമലായിട്ടുള്ള ഒരു വാലിഡേഷൻ GST 9% വർധനവ്. ഇത് കാരണം ഇത് ക്യാഷായിട്ട് സർക്കാർ പിരിച്ചെടുത്ത കണക്കാണ്, ഊഹാപോഹങ്ങളൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ നമ്മുടെ GDP വളർച്ച തീർച്ചയായിട്ടും ഈ പറഞ്ഞ റേഞ്ചിൽ തന്നെ ആയിരിക്കും. അതൊരു പക്ഷേ ഞാൻ ഈ സി ഗ്രേഡ് എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമല്ല, നമുക്കെല്ലാവർക്കും അറിയാം ഈ 8.2 എന്നുള്ളത് ചിലപ്പോൾ നാളെ റിവൈസ് ചെയ്യപ്പെടും. അത് കുറച്ചൊന്ന് 8.2-ന് പകരം 8 ആവാം, 7.9 ആവാം. മനസ്സിലാക്കേണ്ടത് നമ്മുടെ വളർച്ചയുടെ ദിശ റൈറ്റ് ഡയറക്ഷനിലാണോ? തീർച്ചയായിട്ടുമാണ്. കാരണം അതിന് ഉപോത്ബലകമായിട്ടാണ് ഇപ്പോൾ ഈ GSTയുടെ 9% വളർച്ചാ നിരക്ക് ഞാൻ പറഞ്ഞത്. രണ്ടാമതായി ലോകം മുഴുവനും അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു നമ്മുടെ ഡിജിറ്റലൈസേഷൻ്റെ പ്രോസസ്സ്. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഇത് കാണുന്ന ആൾക്കാർക്കും ഏത് രാഷ്ട്രീയ വിഭാഗത്തിൽപ്പെട്ട ആളാണെങ്കിലും തീർച്ചയായിട്ടും സമ്മതിക്കേണ്ടി വരും. നമ്മുടെ മുറുക്കാൻകടയിലും ഈ ഹോട്ടലുകളിലും പച്ചക്കറി കടകളിലും എന്തിന് കരിക്കൊക്കെ ഈ റോഡ് സൈഡിൽ വിൽക്കുന്നുണ്ടല്ലോ, ഏറ്റവും അനൗപചാരികമായ മേഖലയാണ്. പക്ഷേ ശരിക്കും നല്ല കച്ചവടവും 1-2 ആൾക്കാർക്ക് തൊഴിലുമൊക്കെ കിട്ടുന്നുണ്ട്. അവിടെ വരെ ഇപ്പം QR കോഡ് വെച്ചിട്ടുള്ള ഡിജിറ്റലൈസ് പേയ്മെൻറ്റ് നടക്കുന്നുണ്ട്. ഗ്രാമീണ മേഖലയിൽ ഡിജിറ്റലൈസ് പേയ്മെൻറ്റ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിനോടനുബന്ധമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോയിൻ്റ് ഉണ്ടല്ലോ, ഈ വളർച്ചയ്ക്കുള്ള കാരണം ഐസൺ അല്ലെങ്കിൽ ശ്യാം പറഞ്ഞതുപോലെ അടിസ്ഥാന സൗകര്യ മേഖലയ്ക്ക് വേണ്ടി എനിക്ക് ഏറ്റവും ഒരു പ്രിയപ്പെട്ട മേഖലയായതുകൊണ്ട് ഇതിൻ്റെ കണക്ക് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാലും റിപ്പീറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ പോലും അതിന് വലിയ ഒരു സംഭാവന നമ്മുടെ മൊത്തത്തിലുള്ള ഈ സമ്പദ്ഘടനയുടെ വളർച്ചയ്ക്ക് ഉതകിയിട്ടുണ്ട്. 11,11,111 കോടി ഈ വർഷത്തെ അടിസ്ഥാന സൗകര്യ മേഖലയ്ക്ക് വേണ്ടി നീക്കിയിരിക്കപ്പെട്ട തുകയുടെ തോതാണ്. GDPയുടെ 3.4%. കഴിഞ്ഞ വർഷം അതേപോലെ 10 ലക്ഷം കോടി, അതിന് മുമ്പിലത്തെ വർഷം 7 ലക്ഷം കോടി, അതിന് മുമ്പിലത്തെ വർഷം 5.5 ലക്ഷം കോടി. അപ്പോൾ ഇത് തീർച്ചയായിട്ടും വളർച്ചയ്ക്ക് നമ്മുടെ ഗ്രോത്തിന് ഉപോത്ബലകമായിട്ട് നിന്നിട്ടുണ്ട്. ഡിജിറ്റലൈസേഷനിന് വേണ്ടി വരുമ്പോൾ ഐസൺ നമുക്ക് പ്രോബ്ലം ഇതിൻ്റെ കണക്കുകൾ കൂടി നോക്കേണ്ടി വരും. പക്ഷേ എനിക്ക് പെട്ടെന്ന് തോന്നിയത് ഈ വെലോസിറ്റി ഓഫ് മണിയിൽ, അതായത് മണി ഇൻ സർക്കുലേഷൻ, ഡിജിറ്റലൈസ് പേയ്മെൻറ്റോട് കൂടി ശരിക്കും പറഞ്ഞാൽ ഈ 1 രൂപ എത്രത്തോളം പ്രൊഡക്ടിവിറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, ഇമ്പാക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഡിജിറ്റലൈസേഷനോട് കൂടി ഈ ഇതിൻ്റെ വേഗത, പ്രവേഗം, മണി ഇൻ സർക്കുലേഷൻ അല്ലെങ്കിൽ ക്യാഷിൻ്റെ പ്രവേഗം വളരെ കണ്ടമാനം കൂടിയിട്ടുണ്ട്. കാരണം നേരത്തെ മിക്കവാറും കടകളിലൊക്കെ ഇത് ക്യാഷായിട്ടാണ് ഇത് നടക്കുന്നത്. ക്രെഡിറ്റ് കാർഡ് കൊണ്ടുള്ള പർച്ചേസ് ഉണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള പർച്ചേസുകൾ ഉണ്ടാവാം. പക്ഷേ ഈ UPI കൊണ്ടുവന്നിട്ടുള്ള ഏറ്റവും വലിയ മാറ്റം ഈ പണം സീറോ കോസ്റ്റ്, സീറോ ടൈം ആൻഡ് ആ ബേസിസിൽ ഉടൻ തന്നെ സീറോ ടൈം ആൻഡ് സീറോ കോസ്റ്റ് ബേസിസിൽ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു സംവിധാനം ലോകത്തിൽ ആദ്യമായിട്ട് നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ സാധിച്ചു. പറഞ്ഞു വരുന്നത് അടിസ്ഥാന സൗകര്യ മേഖലയിലെ നീക്കിയിരിപ്പ്, ഡിജിറ്റലൈസേഷൻ്റെ ബെനിഫിറ്റ്, ഫോർമലൈസേഷൻ കൂടുതലായിട്ട് വർദ്ധിച്ച തോതിലുള്ള ഫോർമലൈസേഷൻ നമ്മുടെ ഇക്കോണമിയിൽ നടക്കുന്നു. പിന്നെ GSTയുടെയും മറ്റുള്ള യഥാർത്ഥമായ ഒരു തരത്തിലും ഊഹാപോഹത്തിന് ബാധകമല്ലാത്ത രീതിയിലുള്ള കണക്കുകൾ നമ്മുടെ പക്ഷത്തുണ്ട്. അതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഈ സി ഗ്രേഡ് ഡേറ്റ ഒരു പരിധിവരെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം എന്നുണ്ടെങ്കിലും നമ്മൾ ക്രമേണ ഒരു 2-3 വർഷം ലോകത്തിലെ 3ാമത്തെ സാമ്പത്തിക ശക്തിയായി നമ്മൾ ഉയരും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. ആ ഒരു സ്ഥിതി എത്തുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നത് ഈ ഫോർമലൈസേഷൻ്റെ തോത് കൂടുകയും അനൗപചാരിക മേഖലയുടെ തോത് കുറയുകയും കുറച്ചുകൂടി ക്രെഡിബിളായിട്ടുള്ള കണക്കുകൾ നമുക്ക് ലഭ്യമാവുകയും ചെയ്യും. നമ്മുടെ കണക്ക് പൊട്ടക്കണക്കല്ല, പക്ഷേ ആ കണക്കിൽ പാകപ്പിഴകൾ ഉണ്ടാകാം. കാരണം ഈ ഇൻഫോർമൽ സെക്ടറിനെ അങ്ങനെ അസസ് ചെയ്യാൻ ലോകത്ത് ഒരു രാജ്യത്തിനും അത് സാധിച്ചിട്ടില്ല.
പിന്നെ പ്രധാനപ്പെട്ട രണ്ട് മാറ്റം ഇപ്പോൾ വരുന്നതാണ്. നമ്മുടെ ബേസ് ഇയർ തന്നെ 2011-12 എന്നുള്ള ആ സ്ഥാനത്ത് നിന്നും നമ്മുടെ ബേസ് ഇയർ GDP കാൽക്കുലേഷൻ, ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ അസസ്മെൻറ്റിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ബേസ് ഇയർ 2023-22 ആക്കാനായിട്ടുള്ള ഒരു പ്രപ്പോസലുണ്ട്. CPI ഉപഭോക്തൃ വില സൂചികയുടെ കണക്കാക്കലിലും കുറച്ച് മാറ്റങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇത് രണ്ടും കൂടി ഈ IMF പറഞ്ഞിട്ടുള്ള ഒരു പോരായ്മ എന്ന് വേണമെങ്കിൽ പറയാം. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ബോധവാന്മാരാണ്. 140 കോടി ആൾക്കാരുള്ള അനൗപചാരിക മേഖലയ്ക്ക് ഇത്രയധികം മേൽക്കോയ്മയുള്ള ഒരു സമ്പദ്ഘടന, ജനാധിപത്യപരമായിട്ട് ഡിസിഷൻസ് എടുക്കുന്ന ഒരു സമ്പദ്ഘടന, ഇതിൽ കൂടുതലുള്ള പ്രതീക്ഷ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് ഏറ്റവും നല്ല രീതിയിലാണ് നമ്മൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ചൈനയുടെ കാര്യമൊക്കെ നമുക്ക് സംസാരിക്കാമെങ്കിലും ഒരു തരത്തിലുള്ള പ്രതിശബ്ദങ്ങളെയോ ഒരു തരത്തിലുള്ള എതിർപ്പുകളെയോ ഒന്നും അവർക്ക് കണക്കാക്കേണ്ട ആവശ്യമില്ല. ടോട്ടാലിറ്റേറിയൻ സ്റ്റേറ്റാണ്. നമുക്ക് ഈ ഇലക്ഷൻ, ബീഹാറിലെ ഇലക്ഷൻ കഴിഞ്ഞു, ഇനി അടുത്ത ഇലക്ഷൻ വരുന്നു. അതിൻ്റെ വർക്ക് നമ്മുടെ നേതൃത്വത്തിന് ചെയ്യേണ്ടതുണ്ട്. അതിനോടൊപ്പം ഈ സമ്പദ്ഘടനയുടെ കാര്യങ്ങൾ, ഞാൻ പറഞ്ഞ പ്രതികൂലമായ ബാഹ്യ അന്തരീക്ഷം, ഇതിൻ്റെയൊക്കെ നടുവിൽ നിന്നുകൊണ്ട് എനിക്ക് തോന്നുന്നത് നമുക്ക് എല്ലാ ഇന്ത്യക്കാർക്കും അഭിമാനിക്കാവുന്ന ഗ്രോത്ത്, വളർച്ചയുണ്ടാവുന്നു. നമ്മുടെ ഡയറക്ഷൻ ശരിയായ ദിശയിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. ഇതിൻ്റെ മെച്ചം സാധാരണക്കാർക്ക് കിട്ടുന്നു. ഡിജിറ്റൈസേഷൻ്റെ ബെനിഫിറ്റ്, ക്യാഷിൻ്റെ സർക്കുലേഷൻ്റെ പ്രവേഗം കൂടുന്നു. എനിക്ക് തോന്നുന്നത് ഇത് മൊത്തത്തിലുള്ള ഈ ഫ്രെയിം വർക്ക് വെച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റങ്ങൾ, റിഫോംസ്, മറ്റു നടപടികൾ ഒക്കെ ഇനിയും എടുക്കേണ്ടതുണ്ടെങ്കിലും നമ്മൾ ശരിയായ ദിശയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ബഡ്ജറ്റ് ഫ്രെയിമിംഗ് ശരിയായ ദിശയിലാണ്. മറ്റുള്ള ഏജൻസീസിൻ്റെ ഡിസിഷൻ, ഇവിടെ എനിക്ക് തോന്നുന്നു പത്മജൻ സൂചിപ്പിച്ച പോലെ റിപ്പോ റേറ്റ് നമ്മുടെ RBIയുടെ പരിധിയിൽ വരുന്നതാണ്. അത് 5.5% കുറച്ചല്ലോ. 1% ശ്രീമതി മാഡം പറഞ്ഞതുപോലെ 1%-1%-ഓളം കുറവ് ഒരു വർഷത്തിനിടയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ കോസ്റ്റ് ഓഫ് മണി കുറയുന്നു. ഇത് കടം മേടിക്കുന്ന ആൾക്കാർ ചെറുകിട നാമമാത്ര കർഷകർ മാത്രമല്ല, മറ്റുള്ള MSME മേഖലയിലെ ആൾക്കാർക്ക് മെച്ചമുണ്ടാവുന്നു. ഈ തരത്തിലുള്ള വിവിധമായ മേഖലകളിൽ വന്നിട്ടുള്ള പരിവർത്തനത്തിൻ്റെ പരിണിത ഫലമാണ് ഈ വളർച്ച. ഒരു പോയിൻ്റ് കൂടി എനിക്ക് പെട്ടെന്ന് തോന്നിയുകൊണ്ട് അതും കൂടി പറഞ്ഞു നിർത്താം. ഇപ്പോൾ നമ്മുടെ ബാങ്കുകളുടെ ബാലൻസ് ഷീറ്റും കമ്പനികളുടെ ബാലൻസ് ഷീറ്റും ശരിക്കും പറഞ്ഞാൽ അധിക വായ്പ മൂലവും കിട്ടാക്കടം മൂലവും വളരെ ശിഥിലമായിരുന്ന ഒരു അവസ്ഥാവിശേഷം നമുക്ക് 2015-16 വരെ ഉണ്ടായിരുന്നു. ഈശ്വരനൊക്കെ ഓർമ്മ കാണുമല്ലോ. അതായത് ട്വിൻ ബാലൻസ് ഷീറ്റ് പ്രോബ്ലം എന്ന് പറഞ്ഞിരുന്നു. അതായത് കോർപ്പറേറ്റുകളുടെ, കമ്പനികളുടെ ബാലൻസ് ഷീറ്റാണെങ്കിൽ ബാങ്കിൽ നിന്നുള്ള കടം കാരണം, അത് തിരിച്ചടവ് മുടങ്ങിയത് കാരണം തകർന്ന് തരിപ്പണമായ വലിയ വമ്പൻ കമ്പനികൾ. മറുഭാഗത്താണെന്നുണ്ടെങ്കിൽ ഇവർക്ക് വായ്പ കൊടുത്തത് കാരണം നഷ്ടത്തിലായ പൊതുമേഖലാ ബാങ്കുകളടക്കം ഈവൻ പ്രൈവറ്റ് ബാങ്ക്സ് ആർ ഓൾസോ എഫക്റ്റഡ് 2017-18. പക്ഷേ അതിനെ രണ്ടിനെയും നമുക്ക് മറികടക്കുവാൻ സാധിച്ചു. ഇന്ന് ബാങ്കുകളുടെ ബാലൻസ് ഷീറ്റിലും ഈ കമ്പനികളുടെ ബാലൻസ് ഷീറ്റിലും വീക്ക്നെസ്സസ് ഒന്നുമേ ഇല്ല. കമ്പനികൾ അവരുടെ കടത്തിൻ്റെ തോത് കുറച്ചു, ബാങ്കുകൾ കിട്ടാക്കടത്തിൻ്റെ തോത് കുറച്ച് 10%-അധികമായിരുന്ന കിട്ടാക്കടത്തിൻ്റെ തോത് ഇന്ന് ഇന്ത്യയിലെ എല്ലാ ബാങ്കുകളുടെയും മൊത്തത്തിലുള്ള കണക്കെടുത്തു കഴിഞ്ഞാൽ 2% മാത്രമേ ഉള്ളൂ NPA. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.